ഹായ് ഹലോ റിഫാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നൈറ്റിയിൽ ഒരു സ്റ്റിച്ചിങ് ട്രിക്കിനെ കുറിച്ച് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. ഇത് നോമ്പിന് കിട്ടിയൊരു നൈറ്റിയാണ്. ഈ നൈറ്റിയുടെ ഫ്രണ്ട് നെക്ക് കുറച്ച് ഓപ്പണാണ്. അപ്പം എനിക്ക് അതത്ര ഇഷ്ടമല്ല. ഇഷ്ടമുള്ളവരും കാണും, ഇഷ്ടമല്ലാത്തവരും കാണും. അപ്പോൾ ഇഷ്ടമല്ലാത്തവർക്കായിട്ട് ഞാനതെങ്ങനെ കവർ ചെയ്യുക എന്നുള്ളത് കാണിക്കുകയാണ്. സാധാരണ ഷോൾഡർ നമുക്ക് മടക്കി കഴിഞ്ഞാൽ കുറച്ച് നെക്കിൻ്റെ ഇറക്കം കുറയും, എങ്കിലും അത് വേറൊരു രീതിയിൽ വൃത്തിയോടെ വരും. അപ്പോൾ അങ്ങനെയൊന്നും വരാത്ത രീതിയിൽ നമുക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ അതിൽ നിന്നും എനിക്ക് കുറച്ച് തുണി കട്ട് ചെയ്തെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തിട്ട് നമ്മൾ ഷോൾഡറോട്ടാണല്ലോ തയ്ക്കുന്നത്. കാരണം എനിക്ക് ഫ്രണ്ടിലത്തെ നെക്കിനേ പ്രശ്നമുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ തുണിയുടെ സൈഡ്, കാരണം ഫ്രണ്ട് ഷോൾഡറിലോട്ട് മാത്രം ആ തുണി കാണുന്ന രീതിയിൽ ആ ഒരു സൈഡ് മടക്കി വെച്ചും കൊണ്ട് നമ്മൾ തയ്ക്കുക. കാരണം അപ്പോഴും നമുക്ക് ബാക്കിലോട്ട് ആ തുണി അധികമായിട്ട് നിൽക്കില്ല. അപ്പം ഇത് പലർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് ഇരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ മടക്കി വെച്ചിട്ട് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങും. നമുക്ക് എത്രത്തോളം തുണിയാണോ അവിടെ നമുക്ക് അധികമായിട്ട് വേണ്ടുന്നത് അല്ലെങ്കിൽ മറയേണ്ടതെന്ന് വെച്ചാൽ അത്രത്തോളം ചേർത്ത് വെച്ച് തയ്ക്കുക. നമ്മൾ ഈ നെക്കിനൊരു ഡിസൈൻ കോണിപ്പുണ്ടായതുകൊണ്ട് അവിടെ ആ തുണി കുറച്ച് ഫോൾഡ് ചെയ്ത് നമ്മൾ മടക്കുക. അപ്പോൾ ആ ഒരു നെക്കിൻ്റെ ഡിസൈൻ അനുസരിച്ച് ആ തുണി ഡിസൈനിൽ വരും. അങ്ങനെ തയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ തയ്ക്കുക. എന്നിട്ട് നമ്മളത് മാക്സിമം സിബ് വരെ കൊണ്ടെത്തിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. അധികം സബ്സ്ക്രിപ്ഷൻസ് ഇല്ലാത്തൊരു ചാനലാണ്, തുടങ്ങിയതൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം. അപ്പം നമ്മൾ ഈ സിബ് വരെ കൊണ്ടെത്തിച്ചിട്ട് ബാക്കി ഒരു കുറച്ച് തുണി, 1 ഇഞ്ച് രീതിയിൽ തുണി നമുക്ക് മടക്കി അവിടെ ഹെമ്മിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിട്ട് കുറച്ചധികം എടുക്കുക. സെയിം അതുപോലെ തന്നെ ഇപ്പുറത്തെ കഴുത്തിലും ബാക്കി തുണി വെച്ച് ചെയ്യുക. അവിടെയും ഇതുപോലെ ചെയ്തതിന് ശേഷം ഷോൾഡർ വരെ നമ്മൾ തയ്ച്ച് ആ ഷോൾഡർ അപ്പുറത്ത് മടക്കിയതുപോലെ തന്നെ ഇപ്പുറത്തും മടക്കി, അതായത് ബാക്കിലത്തെ നെക്കിലോട്ട് വരാത്ത രീതിയിൽ മടക്കി ഫോൾഡ് ചെയ്ത് നമ്മളവിടെ തയ്ച്ച് നിർത്തിയിട്ട് ബാക്കി തുണി നമ്മൾ 1 ഇഞ്ച് അധികം വരുന്ന രീതിയിൽ നമ്മളത് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയതാണ്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ സിബിട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്കത് എങ്ങനെ ക്ലോസ് ആയിരിക്കണം ആ രീതിയിൽ മടക്കി നമ്മളവിടെ ഹെമ്മിങ് ചെയ്ത് വെക്കുക. അപ്പോൾ അപ്പോഴത്തേക്കും ഇത് വൃത്തികേടൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഫിനിഷ് ആക്കിയിട്ട് ഇപ്പോൾ തന്നെ അത്രയും കവർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.